പ്രത്യേകിച്ച് സഞ്ജു മുസ്തഫിസർ തമ്മിലുള്ള പോരാട്ടം ശരിക്കൊരു ഒരു ഫസ്റ്റ് റൗണ്ടിൽ ബംഗ്ലാദേശിനോട് അന്ന് തോറ്റ ആ ഒരു അനുഭവം 2016 T20 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവർ പിന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യ പൊട്ടിക്കേണ്ടത് ശ്രീലങ്കൻ ആരാധകരുടെ ആവശ്യമായിരുന്നു. ബംഗ്ലാദേശിനോട് അന്ന് തോറ്റ ഓർമ്മ ഇപ്പോഴും അതെ. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മയാണ്. ധോണി അത് ഔട്ടാണ് എന്ന് ഉറപ്പിച്ച് അത്രയും കോൺഫിഡൻസിലാണ് ആ സമയത്ത് നിൽക്കുന്നത് എന്നാണ്. ആ സമയത്ത് അക്രം ഖാൻ എന്നുള്ള ക്യാപ്റ്റൻ ഇന്ത്യയിൽ ബംഗ്ലാദേശിനെയും കൊണ്ട് ഇന്ത്യയിൽ പര്യടനം നടത്തിയ സമയത്ത് അക്രം ഖാൻ ലുക്സ് ലൈക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. നമസ്കാരം, ടാക്ട്രിക്സിലേക്ക് സ്വാഗതം. ഏഷ്യ കപ്പിലെ നിർണായകമായ പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയെ അവർ തകർത്ത് വിട്ടിരുന്നു. അപ്പോൾ ഈ സൂപ്പർ 4 പോരാട്ടത്തിൽ ഇന്ത്യയുടെ സാധ്യതകൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ സാധ്യതകൾ എന്തായിരിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി എൻ്റെ കൂടെ ഹാരിസ് നെന്മാറയുണ്ട്. ഹാരിസ്, എന്താണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകതകൾ? ബംഗ്ലാദേശിന്റെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ബംഗ്ലാദേശിന്? എനിക്ക് തോന്നുന്നു പിന്നെ ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഏക ടീം ഇനി ബംഗ്ലാദേശ് മാത്രമാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കളിയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് ഈ റൈവലറിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെക്കുറിച്ച് നിങ്ങളിനി ക്ലാസിക് പോരാട്ടങ്ങളിൽ റൈവലറി ഒന്നും വിളിക്കാൻ നിൽക്കരുത്. പിന്നെ 14 മത്സരങ്ങൾ കളിച്ച് നിൽക്കുന്ന ടീം 7-7 എന്നാണ് പോയിന്റ് നില, അല്ലെങ്കിൽ 8-7 പോയിന്റ് നില എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റൈവലറി എന്ന് പറയാൻ സാധിക്കും. ഇത് 13 മത്സരങ്ങളുടെ ടീം ജയിക്കുക, 15 മത്സരങ്ങളുടെ ടീം ജയിച്ച് നിൽക്കുക, എന്നിട്ട് ഇതിനെ നിങ്ങൾ വീണ്ടും ക്ലാസിക് പോരാട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. അതുകൊണ്ട് റൈവലറി എന്ന് വിശേഷിപ്പിക്കുക. അതുകൊണ്ട് ഇന്ത്യക്കാകെ ഈ കോമ്പറ്റീഷന് ഈ ടൂർണമെന്റിൽ കിട്ടിയിട്ടുള്ള ഒരു മികച്ച ടീം എന്ന് പറയാൻ ഉള്ളത് പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാനെതിരായ 2 മത്സരങ്ങളും വളരെ സിമ്പിളായിട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തൊരു കോമ്പറ്റീഷൻ വരാനുള്ളത് ബംഗ്ലാദേശിനാണ്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിലെ പിന്നെ മരണ ഗ്രൂപ്പിൽ നിന്നാണ് ബംഗ്ലാദേശ് വരുന്നത്. അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ നിന്ന് അതിൽ അഫ്ഗാനിസ്ഥാൻ നല്ല പ്രതീക്ഷ വെച്ചിരുന്ന ടീമായിരുന്നു. പക്ഷേ അതെ, അങ്ങനെ ഒരു ടാഗിലായിരുന്നു അവർ കുറച്ചു കാലമായിട്ട് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അവർ പുറത്താവുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ സൂപ്പർ 4 ആദ്യ പോരാട്ടത്തിൽ ഈ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്ന ശ്രീലങ്കയെ അവർ പിന്നെ തോൽപ്പിക്കുന്നു. ഇന്നലെ ശ്രീലങ്ക പാകിസ്ഥാനോട് പരാജയപ്പെട്ട് അവർ പുറത്താവുന്നു. അപ്പോൾ ഇനി ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുന്നു എന്ന് വിചാരിക്കുക. ജയിക്കുമ്പോഴും ബംഗ്ലാദേശിന് സാധ്യതകൾ ബാക്കി കിടപ്പുണ്ട്. അവർ പാകിസ്ഥാനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരിക്കും ഫൈനൽ വരിക. അപ്പോൾ സമീപകാലത്തെ പകലുകൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് പിന്നെ പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലങ്കക്കെതിരായ മത്സരം അവർ മികച്ചൊരു പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടാണ് ആ മത്സരം ജയിക്കുന്നത്. ഈ ടൂർണമെന്റിന് വരുന്നതിന് മുമ്പ് അവർ 3 സുപ്രധാനമായ ടൂർണമെന്റുകൾ ശ്രീലങ്കക്കെതിരെ, നെതർലൻഡ്സിനെതിരെയൊക്കെ T20 പരമ്പരകൾ ജയിച്ചിട്ടാണ് വരുന്നത്. സമീപകാലത്തെ അവരുടെ പ്രകടനങ്ങളൊക്കെ അവർക്ക് ആശാവഹമായ പിന്നെ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള ഒരു സംഗതിയുണ്ട്. സാധ്യത ഏത് ടീമിനെയും ഏത് ദിവസവും സാധ്യത ഒരു ടീമാണ്. അതെ, ഇന്ന് അവരുടെ കോച്ചും ക്യാപ്റ്റനൊക്കെ അത് പറയുന്നുണ്ട് കാര്യം തന്നെ. അപ്പോൾ പക്ഷേ ഇന്ത്യയാണ് അപ്പുറത്ത് എന്നുള്ളതാണ് പിന്നെ അവർക്ക്. അതുകൊണ്ട് അവർ ഇത് ജയിച്ചാൽ അട്ടിമറി എന്ന അർത്ഥത്തിൽ തന്നെയാണ് വായിക്കപ്പെടുന്നതൊക്കെ. ഹിസ്റ്ററി കിടന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു 17 തവണ ഇന്ത്യയും ബംഗ്ലാദേശും T20 ഹിസ്റ്ററിയിൽ 16-1 സ്ഥിതി. സമീപകാലത്തൊന്നും അവർക്ക് ഇന്ത്യ അങ്ങനെ ഔട്ട് ക്ലാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായി ഇവർ ഏറ്റുമുട്ടിയത് ഒക്ടോബറിലാണ്, 2024 ഒക്ടോബറിലാണ്. അന്നായിരുന്നു സഞ്ജു സാംസൺ 40 പന്തിൽ സെഞ്ചുറി അടിച്ച മത്സരം. അന്ന് സഞ്ജു സാംസൺ ഓപ്പൺ സ്ലോട്ടിലാണ് ഇറങ്ങിയിരുന്നത്. അതെ, അത് 5th തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ 5th സഞ്ജു ക്ലച്ച് പിടിക്കാൻ പിന്നെ വൈകുന്നു. മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ ഏറെ നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു. ആ ഒരു കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു സഞ്ജു സാംസണെയാണ് കാണുന്നത്. ഇതേ സഞ്ജു സാംസൺ തന്നെയാണ് 40 പന്തിൽ സെഞ്ചുറി അടിച്ചത്. അതെ, സെയിം എതിരാളികൾക്ക്. അതെ, അപ്പോൾ പവർ പ്ലേയിലെ സഞ്ജു സാംസൺ ആയിരിക്കില്ല പവർ പ്ലേയിൽ പിന്നെ പന്തടിക്കാൻ കിട്ടുക, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഹിറ്റ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്ന ഒരു സ്ലോട്ടിൽ നിന്ന് സഞ്ജു മിഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് സഞ്ജുവിന് ഇനിയും അത് ക്ലച്ച് ആവാൻ ടൈം എടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. സഞ്ജുവിനെ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ജിതേഷിന്? ഇല്ല, അങ്ങനെ സാധ്യത കാണുന്നില്ല. ഇന്നും പിന്നെ ഇന്ത്യൻ ഒഫീഷ്യലുകൾ പറയുന്നത് സഞ്ജുവിൽ ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്, ആ സ്ലോട്ടിൽ തന്നെ അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് ഇന്നും. അതുകൊണ്ട് ജിതേഷ് ശർമ്മയ്ക്ക് സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം 16-1 T20 മത്സരങ്ങളുടെ നില. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഒരു അനുഭവം ഇന്ത്യ ബംഗ്ലാദേശിനോട് 2007 ലോകകപ്പിൽ തോറ്റ മത്സരമാണ്. കാരണം അത്രയും വലിയൊരു താരനിരയുമായിട്ട് ഇന്ത്യ പോകുന്നു. സച്ചിനും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും ധോണിയും ഉത്തപ്പയും യുവരാജ് സിംഗും വീരേന്ദ്ര സെവാഗും ഒക്കെയുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ലോകകപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമായിരുന്നു അത്. പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ബംഗ്ലാദേശിനോട്
അന്ന് തോറ്റ ആ ഒരു അനുഭവം അന്നാകെ ശരിക്കും ബർമുഡയോട് മാത്രമാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത്, അതെ, ഒരു 400 മുകളിൽ അതെ, റൺ അതെ, സ്കോർ അതെ. ചെയ്തിട്ട്. ആ ഒരു മത്സരത്തിലാണ് ഈ മുഷ്ഫിഖുർ റഹീമും അതുപോലെ ആ. ഷാക്കിബുൽ ഹസനും അതെ. തമീമൊക്കെ വന്ന ഒരു സമയം, അതെ, അതെ. മൊർത്താസയൊക്കെയുള്ള ഒരു സമയം. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിനോട് അന്ന് തോറ്റ ഓർമ്മ ഇപ്പോഴും അതെ. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതെ, ഓർമ്മയാണ്. ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടങ്ങളുടെയൊക്കെ സമീപകാല ചരിത്രങ്ങളിൽ ഒരുപിടി പിന്നെ ആവേശമുള്ള ഓർമ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. 2018 നിതാഹാസ് ട്രോഫി ഒരു വലിയ ദിനേഷ് ഓർമ്മയാണ്. കാർത്തിക് അതെ. finishes off in style. അന്നാണ് ആ നാഗാ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. പിന്നെ 2016 T20 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവർ, അതും ഇതുപോലെ ധോണി തന്നെ. ഓടി run അതെ, out ആക്കിയത്. ധോണി ഓടി റൺ ഔട്ട് ആക്കിയത്. മുസ്താഫിസർ റഹ്മാനെ തോള് കൊണ്ട് ഇടിച്ച ഒരു അതെ. സംഭവം. ആ, മുഷ്ഫിഖുർ റഹീം ഒരു ഫോറൊക്കെ അടിച്ചിട്ട് നേരത്തെ തന്നെ ആഹ്ലാദപ്പാടൊക്കെ നടത്തുന്നുണ്ട്. ഒരു 6 നാഗൻ പന്ത്, ഡാൻസ് നേരത്തെ തുടങ്ങുന്നു, പക്ഷേ പക്ഷേ അവസാനം ഒരു 3 പന്തിൽ 2 റൺസൊക്കെ മതി എന്ന് നിൽക്കുകയാണ് 2 വിക്കറ്റുകൾ പെട്ടെന്ന് വീഴുന്ന ജഡേജയുടെയും പിന്നെ ധവാന്റെയും ക്യാച്ച്. പിന്നെ അവസാന പന്തിൽ അവർക്ക് പിന്നെ കണക്ട് ചെയ്യാൻ കഴിയാതിരിക്കും, ധോണി വന്ന് സ്റ്റംപ് ചെയ്ത് ഒരു ഭയങ്കര ആവേശ കളിയായിരുന്നു ആ മത്സരം. അങ്ങനെ അവർ ഓർക്കേണ്ടതായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസ താരം പിറകിലുണ്ട്. ആ കളിയെ കുറിച്ച് ഓർമ്മയൊക്കെ ഏവർക്കും അന്ന് ആശിഷ് നെഹ്റൊക്കെ ടീമിലുണ്ട്. ആശിഷ് നെഹ്റ ഉണ്ട്, യുവരാജ് സിംഗ് ഉണ്ട്, വിരാട് കോഹ്ലിയൊക്കെ ടീമിലുണ്ട്. അപ്പോൾ ആശിഷ് നെഹ്റ ആശിഷ് നെഹ്റയും ധോണിയും കൂടെ ചേർന്നിട്ട് കുറച്ചുകൂടി ഷോർട്ട് ബോളുകൾ എറിയൂ, കുറച്ച് വൈഡ് ചെയ്ത് എറിയൂ എന്നൊക്കെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യക്ക് കൊടുത്തൊരു നിർദ്ദേശമാണ് അന്ന്. അത്രയും അന്നത്തെ ആ ധോണിയുടെ ആ ഒരു ഓടിയിട്ടുള്ള ഔട്ടാക്കല്ല, അത് ഭയങ്കരമായിട്ട്. കാരണം ധോണി അതിനു മുമ്പേ അത് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസും അതിന്റെ അനലൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ധോണി ആ പന്തിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, എത്ര ദൂരം ഓടിയാലാണ് അത് എത്തുക. ധോണി അതിന് ആ പന്ത് വരുന്നതിന് മുമ്പേ ഗ്ലൗ ഊരുന്നു, ഒരു ഗ്ലൗ ഊരുന്നു, ഓടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ആ ബാറ്റ്സ്മാൻ അവിടുന്ന് ഓടുകയാണ്. ധോണി അതിലും സ്പീഡിൽ ഒരു ചീറ്റയെ പോലെ ഓടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അതില് ധോണി ആ സ്റ്റംപ് ചെയ്തതിന് ശേഷം തേർഡ് അമ്പയർ തീരുമാനം കൈമാറുമ്പോഴും ധോണിയുടെ മുഖം പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ധോണി അത് ഔട്ടാണ് എന്ന് ഉറപ്പിച്ച് അത്രയും കോൺഫിഡൻസിലാണ് ആ സമയത്ത് നിൽക്കുന്നത് എന്നാണ് ധോണി ഉറപ്പിച്ച് സാധാരണകളോട് പറയുന്നത് ഔട്ടാണ് എന്ന്. പിന്നെ തീരുമാനം വരുന്നു. അത് ഒരു ഭയങ്കര ഒരു ആവേശ കളിയായിരുന്നു അത് എന്നുള്ളതാണ്. ഇനി സമീപകാലത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നിതാസ് ട്രോഫിയും എടുത്തു പറയേണ്ട ഒരു ഇതാണ്. കാരണം ദിനേഷ് കാർത്തിക് എന്നുള്ള താരം ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു വന്നൊരു സമയമായിരുന്നു. ആ ഒരു ഇന്നിംഗ്സിന്റെ പുറത്ത് തന്നെ അദ്ദേഹം ഒരു 2-3 കൊല്ലം ഇന്ത്യൻ T20 ടീമിൽ നിലനിന്ന് പോയി. T20 ലോകകപ്പിലൊക്കെ അവസരം ലഭിച്ചു. അത് പിന്നെ അന്ന് ഇന്ത്യൻ ആരാധകരെക്കാൾ അന്ന് ആഘോഷിച്ചത് ശരിക്കും ശ്രീലങ്കൻ ആരാധകരായിരുന്നു എന്നുള്ളതാണ്. ശ്രീലങ്കയിലായിരുന്നു മത്സരം. അപ്പോൾ ബംഗ്ലാദേശ് ഫൈനലിൽ കിടക്കുന്ന തന്നെ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ടാണ്. അന്നാണ് ആ നാഗാ ഡാൻസ് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യ പൊട്ടിക്കേണ്ടത് ശ്രീലങ്കൻ ആരാധകരുടെ ആവശ്യമായിരുന്നു. ശ്രീലങ്ക ബംഗ്ലാദേശ് റിവൽറി ഒക്കെ ആ സമയത്താണ് നമുക്കറിയാം. പിന്നെ ഇങ്ങനെ ടൈം ഔട്ട് വിവാദം അടക്കം ഇപ്പോഴും ഇന്നലെ പിന്നെ ബംഗ്ലാദേശ് അതായത് 2 ആക്ഷൻസ് തമ്മിൽ മാറ്റിയ ഒരു സംഭവം. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഒരു പിടി ഓർമ്മകൾ നമുക്ക് ബംഗ്ലാദേശ് പിന്നെ ഇന്ത്യ പോരാട്ടങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പം നിലവിലെ ടീം എടുത്ത് നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന് കുറെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അവരിലും ചില താരങ്ങൾ നമ്മൾ നോട്ടമിടുക തന്നെ വേണം എന്നുള്ളതാണ്. ബംഗ്ലാദേശിന്റെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 98 സമയത്ത് ബംഗ്ലാദേശിന്റെ നായകനുണ്ടായിരുന്നു അക്രം ഖാൻ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ. ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വന്ന് നമുക്കറിയാം, നമ്മുടെ മഹാനടൻ മോഹൻലാലിന് കഴിഞ്ഞ ദിവസമാണ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. അപ്പം ആ സമയത്ത് അക്രം ഖാൻ എന്നുള്ള ക്യാപ്റ്റൻ ഇന്ത്യയിൽ ബംഗ്ലാദേശിനെയും കൊണ്ട് ഇന്ത്യയിൽ പര്യടനം നടത്തിയ സമയത്ത് അക്രം ഖാൻ ലുക്സ് ലൈക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇത് ലാലേട്ടനാണോ എന്നുള്ള രീതിയിൽ അക്രം ഖാനും മോഹൻലാലിന്റെ എനിക്ക് തോന്നുന്നു 2-3 സിനിമകൾ അദ്ദേഹം ഈ മാന്ത്രികം എന്നുള്ള സിനിമയും അതുപോലെ ആ സമയത്ത് വർണ്ണപ്പകിട്ട് പോലത്തെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഉള്ള മോഹൻലാലിന്റെ ലുക്കും അക്രം ഖാൻ എന്ന ബംഗ്ലാദേശ് നായകന്റെ ലുക്കും ഏതാണ്ട് ഒരേപോലെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതൊരു താരതമ്യം എന്നുള്ള രൂപത്തിൽ ആ സമയത്ത് വൈറലായ ഒരു സംഭവമായിരുന്നു. അക്രം ഖാൻ 98 മുതൽ 2000 വരെയൊക്കെ ബംഗ്ലാദേശിനെ നയിച്ചൊരു ക്യാപ്റ്റനായിരുന്നു. ഇനി നമ്മൾ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കളി. പിന്നെ നമ്മൾ ഇതുവരെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്ലോ പിച്ചാണ്, 170 മുകളിൽ ഒരു സ്കോർ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ സ്പിന്നർമാർ തന്നെ ആയിരിക്കും നിർണായകം. ഇന്ത്യയുടെ അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി കളിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. പിന്നെ പരിക്ക് മാറുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും പിന്നെ 11ലേക്ക് തിരിച്ചെത്തും. കാരണം അക്ഷർ പട്ടേൽ നിർണായക സാന്നിധ്യം തന്നെയാണ് ടീമിൽ. പല കളികളിലും അദ്ദേഹം നിർണായക വിക്കറ്റുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ മിഡിൽ ഓവറുകളിൽ കുൽദീപ്, വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേലാണ് ഈ റൺ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യയിൽ വളരെ നിർണായക റോൾ വഹിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ അപ്പുറത്ത് നോക്കണം, സ്പിന്നേഴ്സ് മാത്രമല്ല ഈ ശ്രീലങ്കക്കെതിരായ മത്സരത്തിലൊക്കെ മുസ്തഫിസുർ റഹ്മാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെഹദി ഹസന്റെ പ്രകടനം. മുസ്തഫിസുർ റഹ്മാൻ ഒരു വിക്കറ്റ് അകലെയാണ്, 150 വിക്കറ്റ് കൂടി നേടുകയാണെങ്കിൽ അദ്ദേഹം
അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് നിരയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ പേരുണ്ട്. തൗഹീദ് ഹൃദോയ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ലിറ്റൻ ദാസ് ഉണ്ട്, പിന്നെ സെയ്ഫ് ഹസൻ ഉണ്ട്. ഇവരൊക്കെ മികച്ച ഫോമിൽ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തസ്കിൻ ശരിക്കും അഹമ്മദ് ഉണ്ട് അതെ. അപ്പുറത്തെ ബോളിംഗ് ഇതിൽ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പിടി പിന്നെ താരങ്ങൾ അവരിൽ നോട്ട് ചെയ്യാൻ ഉണ്ട് അവര് എന്നുള്ളതാണ്. ഒരു തലമുറ മാറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം അവരെ ഒരുപാട് കാലം ഷാക്കിബും ഉം. മുഷ്ഫിഖുർ റഹീമൊക്കെ മധ്യനിര കാത്തിരുന്ന ഒരു അതെ. സമയം ഉണ്ടായിരുന്നു. മഹമ്മദുള്ളൊക്കെയുള്ള ഒരു സമയം. എനിക്കൊന്ന് അവരും ഇതേപോലെ ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. അതിൽ ആകെ ലിറ്റൻ ദാസ് മാത്രമായിരിക്കും ഒരു വെറ്ററൻ എന്ന് പറയാൻ പറ്റുന്നത്. ഉം, ഉം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തലമുറ മാറ്റാണ്. പാകിസ്ഥാനും തലമുറ മാറ്റാണ്. ഏഷ്യൻ കൺട്രികൾ T20 മത്സരങ്ങളിൽ അവരുടെയൊക്കെ എല്ലാ ടീമിന്റെയും ഒരു തലമുറ മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പിന്നെ വാച്ചബിൾ പ്ലേയേഴ്സ് ആരൊക്കെ ആയിരിക്കും? വാച്ച് ഔട്ട് വേഴ്സ് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. പിന്നെ തൗഹീദ് ഹൃദോയ്, അതുപോലെ തന്നെ സെയ്ഫ് ഹസൻ, അതുപോലെ തന്നെ പിന്നെ ലിറ്റൻ ദാസ്, മുസ്തഫിസുർ റഹ്മാൻ, പിന്നെ അതുപോലെ മെഹദി ഹസൻ, തസ്കിൻ. അങ്ങനെ പറഞ്ഞിട്ട് അവരിലും ഇന്ത്യയിൽ എല്ലാവരെയും നമ്മൾ വാച്ച് ചെയ്യണം. അവരുടെ നമ്മൾ പിന്നെ വാച്ച് ചെയ്യേണ്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സഞ്ജു മുസ്തഫിസുർ തമ്മിലുള്ള പോരാട്ടം ശരിക്കും IPL നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സഞ്ജു മിഡിൽ ഓവറുകളിലാണ് ഇനി ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളത്. മിഡിൽ ഓർഡറിലാണ് ഇറങ്ങാൻ പോകുന്നത്, 5ാമനായിട്ടൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിൽ ഈ മുസ്തഫിസുർ സഞ്ജു പോരാട്ടം ശരിക്കും ആരാധകർ പിന്നെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് തന്നെ അനുകൂലമാവാനാണ് സാധ്യത. പക്ഷെ ബംഗ്ലാദേശ് എപ്പോഴും ഇതുപോലുള്ള നല്ല പോരാട്ടങ്ങൾ കാഴ്ചവെച്ച ടീമാണ്. മാത്രമല്ല ഒരു തലമുറ മാറ്റം എന്നുള്ള രീതിയിൽ അവർ കഴിഞ്ഞ പരമ്പരകളിലൊക്കെ മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം പക്ഷേ T20 ആണ്. ഏത് സമയവും ഒരു താരം ഫോമാവുകയാണെങ്കിൽ ആ മത്സരം അപ്പാടെ അതിന്റെ ഫലം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇന്ന് ഈ ഒരു മത്സരത്തിൽ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രകടനം എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.